നമസ്കാരം. എലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞതോടു കൂടിയിട്ട് എല്ലാ കോലാഹലവും അവസാനിച്ചു എന്ന് ആശ്വസിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് കടിപിടി കൂടൽ. എന്തിനു വേണ്ടിയിട്ടുള്ള കടിപിടി? കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കടിപിടി. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയിലുള്ളവർക്കൊന്നും വിവരമില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പാർട്ടിക്കാരുടെ ഭരണത്തിൽ പൊറുതിമുട്ടി ജനങ്ങൾ മാറി അങ്ങ് ചിന്തിച്ചു. അടുത്ത പാർട്ടിക്കാർക്ക് അവസരം കൊടുക്കാം, അവരെയും കൊണ്ട് ഭരിപ്പിക്കാം എന്ന് വിചാരിച്ച് ജനങ്ങൾ മാറ്റി ചിന്തിച്ച് അവരെ ജയിപ്പിച്ചു വിട്ടപ്പോ നിങ്ങൾ ഈ തനിക്കുണമാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ തനി നിറം പുറത്തായി. പാർട്ടിയുടെ നേതൃസ്ഥാനം ആരും ഏറ്റെടുക്കാത്തൊരു സമയത്ത് പാർട്ടിയുടെ നേതൃസ്ഥാനത്തിലേക്ക് വരികയും എലക്ഷന് നല്ല രീതിയിലുള്ളൊരു ലീഡർഷിപ്പ് കാഴ്ചവെച്ച് എല്ലാവരെയും ജയിപ്പിക്കുകയും തന്റെ പാർട്ടിയെ ജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തതോടു കൂടിയിട്ട് അയാളെ വേണ്ടാതായി. വി.ഡി. സതീശനെ ഇപ്പൊ അദ്ദേഹത്തിന് പുല്ലുവിലയാണ്. അദ്ദേഹത്തിന് പ്രവൃത്തി പരിചയമില്ലത്രേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ. അതാണ് അദ്ദേഹത്തിനെതിരെ ആൾക്കാർ ഉന്നയിക്കുന്നത്, ഹൈക്കമാൻഡ് ഉന്നയിക്കുന്ന പ്രധാന വാദം. ഇപ്പൊ വേണ്ടത് ആരെയാണ്? കെ.സി. വേണുഗോപാലിനെ. പുള്ളിയെ MP ആക്കി ആൾക്കാർ ജയിപ്പിച്ചു വിട്ടതാണ്. അങ്ങ് പാർലമെന്റിൽ പോയി ഭരിച്ചോ, പാർലമെന്റിൽ പോയി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ MP ആക്കി പറഞ്ഞു വിട്ടതാണ്. അപ്പൊ MLA മാരായിട്ട് തെരഞ്ഞെടുത്തവരിൽ നിന്ന് മതി ഞങ്ങൾക്ക് മന്ത്രിമാര്. കഷ്ടം തന്നെ. ഇവിടെ ജനാധിപത്യമാണ് എന്ന് ഇവർ മറന്നു പോവാണോ? ഈ കോൺഗ്രസിലുള്ളവർ മറന്നു പോവാണോ? ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആരാകണം, ഞങ്ങളെ ഭരിക്കേണ്ടത് ആരാകണമെന്ന്. അങ്ങനെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ള കുറെ MLA മാരുണ്ടല്ലോ, അവരിൽ നിന്ന് തീരുമാനിച്ചാൽ പോരെ മന്ത്രിയെ? മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള അവസ്ഥയായി പോയി ഇപ്പോൾ. ഏതായാലും ഈ ഒരു കാര്യത്തില് വി.ഡി. സതീശന്റെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താന്നുള്ളതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കടുപ്പിക്കുകയാണ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന വി.ഡി. സതീശൻ നിലപാടെടുക്കുന്നു. AICC നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയിൽ നിലപാട് അറിയിച്ചു എന്നുള്ള സൂചനയാണ്. ഋഷിപാൽ വിവരമായ ഋഷിപാൽ, അപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ട എന്നൊരു നിലപാടെടുക്കുകയാണോ? മന്ത്രിസഭയിലേക്ക് താൻ ഉണ്ടാകില്ല, വെറും ഒരു MLA ആയി നിൽക്കാം എന്ന നിലപാടിലേക്ക് എത്തുകയാണോ? തെരഞ്ഞെടുപ്പിൽ വിജയിക്കും വരെ താൻ, അത് കഴിഞ്ഞാൽ തന്നെ വേണ്ട എന്ന നിലപാടാണെങ്കിൽ താൻ ഇല്ല എന്ന നിലപാടിലേക്ക് വി.ഡി. സതീശൻ എത്തുകയാണോ? ഋഷിപാൽ, ശ്രുതി, അങ്ങനെയാണ് ഏറ്റവും നിർണായക നീക്കമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയത്. ഇന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് നിരീക്ഷകരായ മുഗൾ വാസ്നിക്ക് ഒപ്പം അജീമാക്കിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കടുത്ത നിലപാടിലേക്ക് വി.ഡി. സതീശൻ പോകുന്നത്. തന്നെ മുഖ്യമന്ത്രിയായി പരിഗണിക്കുന്നില്ലെങ്കിൽ, പാർലമെന്ററി പാർട്ടി ലീഡറായി തന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് താനില്ല എന്ന കൃത്യമായ സന്ദേശം നൽകി കഴിഞ്ഞു. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് വി.ഡി. സതീശന്റെ നിലപാട്. കാരണം UDFന്റെ ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് താനാണ്. അങ്ങനെ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് തനിക്കാണ്. അതുകൊണ്ട് തന്നെ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ഈ കാര്യം മുഴുവൻ അവർ കേട്ടു. പക്ഷേ അവർക്കതിൽ മറുപടി പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനം. പക്ഷേ വി.ഡി. സതീശൻ തന്റെ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അയച്ച നിരീക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞു. കാരണം മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞ ഒരു കാര്യത്തിലും താനില്ല. മുഖ്യമന്ത്രിയെ പരിഗണിക്കുന്നതിൽ തനിക്ക് മറ്റൊരു പദവിയും ആവശ്യമില്ല, മന്ത്രിസഭയുടെ ഭാഗമാകില്ല എന്ന. ഇതാണ് വി.ഡി. സതീശന്റെ നിലപാട്. ഈ നിലപാടിൽ ഒരു തെറ്റും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് താൻ ലീഡർഷിപ്പ് നയിച്ച് പാർട്ടിയെ ജയത്തിലേക്ക് എത്തിച്ചപ്പോ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. ആ നിലപാട് മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കുറച്ചും കൂടി ജനപ്രീതി ഉണ്ടാകും. എനിക്ക് തോന്നുന്നു വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട്, അതായത് കോൺഗ്രസിന് വേണ്ടിയിട്ടല്ല, ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് വോട്ട് ചെയ്ത ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന്റെ നിലപാടും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ലീഡർഷിപ്പും ഇദ്ദേഹം ഈ ഒരു സമയത്ത് കാഴ്ചവെച്ച പ്രകടനവും ഒക്കെ കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ നിങ്ങൾക്കൊരു പോളിന്റെ ഇത് സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇത് ക്രോമന്റിൽ ഇട്ട ഒരു പോളാണ്. അതായത് ഏകദേശം 8 ലക്ഷത്തോളം ആൾക്കാർ വോട്ട് ചെയ്തു. ആ 8 ലക്ഷത്തോളം ആൾക്കാരിൽ 6 ലക്ഷം ആൾക്കാരും പറഞ്ഞത് വി.ഡി. സതീശനെ മന്ത്രിയാക്കണം, നമ്മുടെ CM ആക്കണമെന്നാണ്. അപ്പൊ അത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഈ 6 ലക്ഷം വരുന്ന ആൾക്കാരും മിക്കതും 90% യങ്സ്റ്റേഴ്സ് ആയിരിക്കും. അപ്പൊ യങ്സ്റ്റേഴ്സിന്റെ വാദം ഇതാണ്: ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് ആരെ വേണം, ആരാണ് തങ്ങളെ ഭരിക്കേണ്ടത്, ആരാണ് തങ്ങളുടെ റെപ്രസെന്റേറ്റീവ് എന്ന്. ജനങ്ങൾ തെരഞ്ഞെടുത്തു MLA മാരെ. MP ആയിട്ട് വേറൊരാളെ നേരത്തെ തെരഞ്ഞെടുത്ത് അങ്ങ് പറഞ്ഞു വിട്ടതാണ്. ഇനിയിപ്പോ ഇപ്പൊ MP ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിനെ മന്ത്രിയാക്കി എന്ന് വിചാരിക്കുക, CM ആക്കി എന്ന് വിചാരിക്കുക. ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരും. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പൊട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ഇനി കോൺഗ്രസിന് നാണം കെടാൻ വേറെ ഒന്നും വേണ്ട. അപ്പൊ ഈ ഹൈക്കമാൻഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക്, ഈ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ബുദ്ധിയില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അധപതനത്തിനൊരു മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടന്ന, ഇന്ത്യ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഇപ്പൊ ഇത്രയും അധപ്പതിക്കുന്ന രീതിയിൽ ചുരുങ്ങിപ്പോയതിന്റെ ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ്. BJPയുടെ ആധിപത്യം മാത്രമല്ല, ഈ പൊട്ടത്തരം കൊണ്ട് കാരണമാണ് ഇങ്ങനെ ഒതുങ്ങിപ്പോവാൻ കാരണം. ജനവികാരം മനസ്സിലാക്കുക, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ.
ഇവിടെ ജനങ്ങളാണ് അധികാരികൾ, ജനങ്ങൾക്കാണ് പവർ ഉള്ളത്. ജനങ്ങളുടെ പവറും ജനങ്ങളുടെ അഭിപ്രായവുമാണ് നിങ്ങൾ മാനിക്കേണ്ടത്. പിന്നെ പ്രവൃത്തി പരിചയത്തെ പറ്റിയിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രി ആവണമെങ്കിൽ പ്രവൃത്തി പരിചയം വേണം അത്രേ. പിന്നെ ഇവിടെ കുറെ പ്രവൃത്തി പരിചയം ഇല്ലാത്ത ഒരുപാട് മുഖ്യമന്ത്രിമാര് നശിപ്പിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹം ഏതായാലും ഇത്രയൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചല്ലോ. ഒരു ഇലക്ഷൻ സമയത്ത് ഇത്രയൊക്കെ വിവരവും വിവേകത്തോടു കൂടിയിട്ട് വലിയ വിവാദങ്ങളിലൊന്നും ചെന്ന് ചാടാതെ വളരെ മര്യാദപൂർവ്വം മാന്യമായ രീതിയിലുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ ഈ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആൾക്കാരാണോ ഈ സാധനങ്ങളെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല, എല്ലാ മുഖ്യമന്ത്രിമാരുടെ ഒപ്പവും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ പരിചയിക്കുന്നത്. പിന്നെ പ്രവൃത്തി പരിചയം വേണമെന്ന് പറയുന്നതിലൂടെ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയെ തന്നെ എടുക്കാം, നരേന്ദ്രമോദി. അദ്ദേഹം CM ആയിരുന്ന സമയത്ത്, ആദ്യമായിട്ട് ഗുജറാത്തിലെ CM ആയ സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രവൃത്തി പരിചയവും ഇല്ലായിരുന്നു. ഇനി ഇപ്പം നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനം എടുത്ത് നോക്കുക, അയൽ സംസ്ഥാനം എടുത്ത് നോക്കുക. അവിടെ എന്താ നടക്കുന്നത്? തമിഴ്നാട്ടിൽ ഇനി വിജയ് ആകാൻ പോവാണ് CM. അദ്ദേഹത്തിന് എന്ത് പ്രവൃത്തി പരിചയമാണുള്ളത്? വെറും 2 വർഷത്തെ രാഷ്ട്രീയ പരിചയം മാത്രമുള്ളൊരു വ്യക്തിയാണ് അവിടെ CM ആകാൻ പോകുന്നത്. അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല. ജനങ്ങൾക്ക് ആരാണോ താല്പര്യം, ജനങ്ങളുടെ താല്പര്യപ്രകാരം ഒരാളെ ജയിപ്പിച്ചു വിട്ടു. എന്തൊരു നാണം കെട്ട പരിപാടിയാണ്. ഇപ്പൊ മനസ്സിലായി. ഇനി വേറൊരു സംഭവമുണ്ട്. ഈ ഒരു കടിപിടി കൂടല് എതിർ പാർട്ടിക്കാർ, ഇപ്പൊ നമ്മുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടി ഏതാണ്, ആ പാർട്ടിക്കാർ ഇത് ഒരു മുതലെടുക്കും. മുതലെടുത്ത് ഇതിനെ വെച്ചിട്ടായിരിക്കും നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇങ്ങനെ വെറും അപഹാസ്യരാകാതിരിക്കുക, സ്വയം അപഹാസ്യരാകാതെ ഇരിക്കുക. നിങ്ങളിപ്പോൾ കേരള സമൂഹത്തിന് മുമ്പിൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. MLA മാരായിട്ട് കുറച്ച് ആൾക്കാരെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഇത് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ MLA മാരെ തിരഞ്ഞെടുത്തതിൽ ഏറ്റവും കൂടുതൽ യോഗ്യരായിട്ടുള്ളത് 2 പേരാണെന്ന് ഞാൻ പറയും. നമ്മുടെ CM സ്ഥാനത്തേക്ക് ഒന്ന് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് ഒരുപാട് പ്രവൃത്തി പരിചയവും ഒരുപാട് എക്സ്പീരിയൻസും ഉള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. പിന്നീട് VD സതീശൻ, കാരണം അദ്ദേഹം മുന്നിട്ട് നിന്ന് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ് പാർട്ടി ജയിച്ചത്. വേറൊരു തർക്കവും ഇല്ല അതിനകത്ത്. അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ പാർട്ടിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹവും യോഗ്യനാണ്. ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി വെച്ചിട്ട് ജനങ്ങളുടെ അഭിപ്രായത്തെ വേണം നിങ്ങൾ മാനിക്കാൻ വേണ്ടിയിട്ട്. കുറെ നിരീക്ഷകർ വരുന്നു, നിരീക്ഷകരുടെ അഭിപ്രായം ചോദിക്കുന്നു, പിന്നെ ഹൈക്കമാൻഡിന്റെ അഭിപ്രായം ചോദിക്കുന്നു, അവിടെ ചോദിക്കുന്നു, ഇവിടെ ചോദിക്കുന്നു. അവിടുത്തെ അഭിപ്രായമല്ല, ജനങ്ങൾക്ക് ആരാണ് താല്പര്യം. ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ എതിർക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ, നിങ്ങൾ കമന്റ് സെക്ഷൻ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, വാർത്തകളുടെ കമന്റ് സെക്ഷൻ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ സാധിക്കും. ഇങ്ങനെ പാർട്ടി നോക്കാതെ തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ VD സതീശന് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ട്, ഇനി പ്രതിഷേധിക്കുന്നുണ്ട്. പ്രതിഷേധമൊക്കെ നടത്താൻ വേണ്ടി പോവാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തത്, VD സതീശൻ ഇങ്ങനൊരു നിലപാടെടുത്തതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇത്രയും നാളും തന്നെ വേണമായിരുന്നു. ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ വേണ്ട, തന്നെ ഇപ്പൊ കറിവേപ്പില പോലെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നു. അത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അപ്പൊ വെറും സ്വയം അപഹാസ്യരായി കേരള ജനതയുടെ മുമ്പിൽ കാണിക്കാതിരിക്കുക. ജനങ്ങളുടെ വികാരങ്ങൾ മാനിച്ചില്ലെന്നുണ്ടെങ്കിൽ, ജനങ്ങളുടെ തീരുമാനം മാനിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുല്ല് വില മാത്രമേ ജനങ്ങൾ തരത്തുള്ളൂ. ഏത് വലിയ കൊടികുത്തിയ കൊമ്പന്മാർ വന്ന് ഭരിച്ചു എന്ന് പറഞ്ഞാലും ജനങ്ങൾ മാനിക്കില്ല. ഇപ്പൊ കണ്ടതാണല്ലോ എന്താണ് പിണറായി ഗവൺമെന്റിന് സംഭവിച്ചത് എന്നുള്ളത്. ജനങ്ങളുടെ വികാരം മാനിച്ചില്ല. ജനങ്ങളുടെ ആശയങ്ങളോ ജനങ്ങളുടെ താല്പര്യങ്ങളോ ഒന്നും തന്നെ മാനിക്കാതെ സ്വയം താല്പര്യപ്രകാരം ഭരിച്ചു, അവരെ ഇറക്കി വിട്ടു. ഇനി അതേ അവസ്ഥ നിങ്ങൾക്കും ആവും. ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ വികാരം മാനിച്ച് ജനങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കുക.